ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതവന് കൊടുക്കാനുള്ള ഏക മാർഗം എന്താണെന്നറിയോ? അവനെ വിളിച്ചു വരുത്തിയവരുടെ മുന്നിലേക്ക് നമ്മൾ പോവാന്നുള്ളതാ. അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. സാറേ ശരി, അപ്പൊ ചെയ്തു തന്ന സഹായത്തിനൊക്കെ നന്ദി. വേടാ. രോഹിത്, ഇപ്പൊ വേദനയുണ്ടോ? കുറവുണ്ട്. ഞാൻ കുറിച്ചെന്ന മരുന്ന് കൊടുത്തായിരുന്നോ? ഞാൻ പറഞ്ഞ മരുന്ന് മേടിച്ചായിരുന്നോ? അത് ഇവിടുത്തെ ഫാർമസിയിൽ ഇല്ല, പുറത്തു പോയി വാങ്ങേണ്ടി വരും. എന്നാ വാങ്ങിക്കേ, വൈകിക്കണ്ട. എന്നാ പിന്നെ ഞാൻ വാങ്ങിട്ട് വരാം. നടന്നോ, ഞാൻ വന്നേക്കാം. അല്ല, ഇതെപ്പോ എത്തി? ഇപ്പൊ വന്നേ ഉള്ളൂ. വിഷ്ണുപുര എവിടെ? വിഷ്ണുവിന്റെ ഫോണില് ഇപ്പൊ വരും. ഓ, ഞാനേ ഒരു മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ. അത് ഇവിടെ കിട്ടില്ല, പുറത്തേ കിട്ടുള്ളൂ. ഓ, അപ്പൊ പോണല്ലേ? ശ്യാമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മുറിവുണങ്ങാൻ സമയം എടുക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഹേയ്, ഒന്നുമില്ല. കൊലയാളിയുടെ രൂപവും ഭാവവും പറഞ്ഞ അനുസരിച്ച് ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട കുറെ ആളുകളുടെ സ്റ്റില്ലുകൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം.
ഈ കൂട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആളുണ്ടോ നോക്കണം. ഇതാണോ? നോക്കിക്കേ, ഇയാളാണോ? ഇതാണോ? നോക്കിയേ. ഇവന്റെ ജന്മദേശം മുംബൈയിലാണ്. 25ഓളം ക്രിമിനൽ കേസിൽ പ്രതിയാണ്. തട്ടിക്കൊണ്ടുപോക്ക്, ബലാത്സംഗം, കൊലപാതകം. ആള് ബഹുമുഖ പ്രതിഭയാണ്. എന്റെ സാർ ഇതൊന്നും അല്ല. ഇതൊന്നും അല്ലാത്ത സ്ഥിതിക്ക് സാറേ, ഇപ്പൊ കാണിച്ചു നോക്കേ, ഇവിടുത്തെ ലോക്കൽ ക്രിമിനൽസിന്റെ ചിത്രങ്ങളാ ഈ പിടിച്ചുപറിക്കാരും പോക്കറ്റടിക്കാരും ഒക്കെ. ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നോ, ഒരു മാർക്കറ്റിനകത്ത് കയറി ചെന്നോ നിറയൊഴിക്കാൻ ധൈര്യമുള്ള ഒരു ഒറ്റൊരുത്തരും ഈ ചിത്രത്തിലില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ കാണിച്ചവന്മാരൊക്കെ ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ ക്രിമിനൽസാ. ഇനി ഇതല്ല, പുറത്തു നിന്നുള്ള വരവ് ക്രിമിനൽസ് ആണെങ്കിൽ അതുകൂടെ കാണിക്കാം. എടോ, ഇനി അതുകൂടെ കാണിച്ചു കൊടുക്ക്. സാർ, ഈ ചന്ദ്രബോസ് സാറിന്റെ ഓരോ കാര്യങ്ങള് ചുമ്മാ സമയം മെനക്കെടുത്താനായിട്ട്. എന്റെ സാറേ, ഇതൊന്നും അല്ല. ഇതുകൂടി അല്ലാന്നാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു. ഇനി പുതിയ സ്റ്റോക്ക് വരട്ടെ, അപ്പൊ വിളിപ്പിക്കാം. സാറേ, അത്രയ്ക്ക് ജനം വന്നും പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കുള്ള ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഒരുത്തൻ ഒരാൾ വെടിവെക്കാൻ ധൈര്യം കാണിച്ചെങ്കിലേ അതൊരു പ്രൊഫഷണൽ കില്ലർ തന്നെയായിരിക്കും. ഇപ്പതേ സാറ് കാണിച്ച ഫോട്ടോസ് ഉണ്ടല്ലോ, 100 രൂപ കൂട്ടി കിട്ടാനായിട്ട് ബീവറേജിൽ നിന്ന് മദ്യം വാങ്ങിച്ചു വിൽക്കുന്ന 400 ഗുണ്ടകളാ. അല്ല, ഇത് മനഃപൂർവ്വമാണോ അതോ വല്ല വഴിപാട് വെപ്പിക്കുന്നതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണോ? എന്തായാലും അവരെ കണ്ടെത്തുന്നത് ഞങ്ങളുടെ ആവശ്യമാണല്ലോ, അത് ഞങ്ങൾ കണ്ടെത്തിക്കോളാം. ഇപ്പൊ കാണിച്ചവന്മാർക്കേ ഗണ്ണ് പോയിട്ട് മര്യാദയ്ക്ക് ഒരു പിച്ചാത്തി പോലും പിടിക്കാൻ അറിയാത്തവന്മാരാ. എങ്കിൽ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാം. കളക്ടർ ഇടപെട്ട കേസായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ സഹായം ഈ രീതിയിലാണെങ്കിൽ അതും വേണ്ട. ചന്ദ്രബോസ് നിയന്ത്രിക്കുന്ന പോലീസല്ലേ എന്നെ പിടിച്ചു നിർത്തി കൊടുത്ത് കൊല്ലാൻ സഹായിക്കുന്ന പ്രൊട്ടക്ഷൻ ആണെങ്കിൽ എനിക്കത് വേണ്ട സാറേ. പേടിയായിട്ടാ, കൊലയാളിയേ അല്ല, കൂടെ നിൽക്കുന്ന നിങ്ങളെ പോലെയുള്ളവരെ. സാറേ, ഞങ്ങൾ ഇറങ്ങുക. അവനെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമായുണ്ട്. ഞങ്ങൾ അവനെ കണ്ടെത്തന്നെ ചെയ്യും. അവനെ ഇനിയിപ്പോ ഏത് അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഈ വിഷ്ണു പൊക്കിക്കൊണ്ടുവരും കേട്ടാ. അവനവന്റെ തടി അവനവൻ രക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് ശ്രമിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ സാറേ. രോഹിത്തെ, ഇത് വേറൊരു ചടങ്ങാ. നമ്മളെ സഹായിക്കാൻ പോലീസ് ഏമ്മമാരെ ഒപ്പം ഉണ്ടെന്ന് കാണിക്കാനുള്ളൊരു ചടങ്ങ്. പക്ഷെ നമ്മളിപ്പോ കാണിക്കേണ്ടതേ ആ കൊലയാളിക്കൊപ്പം അവന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പാ. അതവന് കൊടുത്തിരിക്കും. അതവന് കൊടുക്കാനുള്ള ഏക മാർഗം എന്താണെന്നറിയോ? അവനെ വിളിച്ചു വരുത്തിയവരുടെ മുന്നിലേക്ക് നമ്മൾ പോവാന്നുള്ളതാ. അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. സാറേ, ശരി. അപ്പൊ ചെയ്തു തന്ന സഹായത്തിനൊക്കെ നന്ദി. വാടാ.